സ്വർഗീയ കോടതിയിൽ നിങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന കുറ്റാരോപണങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? പലപ്പോഴും വർഷങ്ങളായി ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഒരു മാറ്റവും നമുക്ക് കാണാത്തതിൻ്റെ കാരണം ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശത്രുവായ പിശാച് സ്വർഗീയ കോടതിയിൽ നമുക്കെതിരെ നിയമപരമായ പല തടസ്സങ്ങളും ഫയലുകളും വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു ആത്മീയ രഹസ്യം തിരിച്ചറിയാതെ നമ്മൾ ഈ ഭൂമിയിൽ നടത്തുന്ന പല പ്രാർത്ഥനകളും പൂർണ്ണമായ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയില്ല. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുവാൻ തക്കവണ്ണമുള്ള ചില ആത്മീയ വെളിപ്പാടുകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നു. അതിനുശേഷം ഈ വീഡിയോയുടെ അവസാനം സ്വർഗീയ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ഒരുമിച്ചിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി സ്വർഗീയ കോടതിയിൽ നിന്ന് ചില ഫയലുകൾ സാങ്ഷൻ ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായ ചില വിധികൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ഓരോ മൊമെൻറ്റിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് നമ്മളുടെ മേൽ പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു ആയുധം ഉപയോഗിച്ചല്ല, മറിച്ച് നിയമപരമായ പല കുറ്റാരോപണങ്ങളും ദൈവസന്നിധിയിൽ നമുക്കെതിരെ ഉന്നയിച്ചാണ് പലപ്പോഴും നമ്മളുടെ ബ്രേക്ക് ത്രൂകൾ, നമ്മുടെ വിടുതലുകൾ, സൗഖ്യങ്ങളൊക്കെ അവൻ തടഞ്ഞു വെക്കുന്നത്. അതിന് കാരണം അവനൊരു കേവലം ഒരു അക്രമി മാത്രമല്ല, മറിച്ച് സ്വർഗീയ കോടതിയിൽ അവനൊരു വാദിയും കൂടാണ്, ഒരു പ്രോസിക്യൂട്ടറും കൂടാണ്. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്ന കുറ്റാരോപകൻ. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പല പാപങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിൽ വന്നുപോയ ശാപങ്ങൾ, അവയെ പിശാചൊരു ലീഗൽ ഡോക്യുമെൻ്റായി ദൈവിക കോടതിയിൽ നമുക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അവൻ ദൈവത്തോട് പറയുന്നത്, കണ്ടില്ലേ, ഇവരുടെ ജനറേഷണൽ ലൈനിൽ അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഇന്ന ദൈവ നിയമങ്ങൾക്ക് വിരോധമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ഈ കുടുംബത്തെയോ ഈ വ്യക്തികളെയോ അനുഗ്രഹിക്കുന്നത് അങ്ങയുടെ നീതിക്ക് ചേർന്നതല്ല എന്ന തരത്തിലുള്ള കുറ്റാരോപണങ്ങൾ അവൻ ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ സുപ്രീം കോടതിയിൽ നിരന്തരമായി നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ഫയലുകൾ പലപ്പോഴും സാങ്ഷൻ ചെയ്യപ്പെടുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു ആത്മീയ വെളിപ്പാടെന്ന് പറയുന്നത്, പഴയകാല പാപങ്ങളും പൂർവ്വപിതാക്കന്മാരുടെ ഉടമ്പടികളും ഒരു ബലിപീഠമായി ചിലപ്പോൾ നമുക്കെതിരെ മാറി സ്വർഗീയ കോടതിയിൽ നമുക്കെതിരെ സാക്ഷ്യം പറയുന്നുണ്ടാകാം. ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബലിപീഠങ്ങൾ സാക്ഷികളായി മാറുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അന്ധകാര ശക്തികളുമായി ചെയ്ത ഉടമ്പടികൾ, അല്ലെങ്കിൽ മന്ത്രവാദം, വിഗ്രഹാരാധന എന്ന് തുടങ്ങിയ വിഷയങ്ങൾ, അത് മുഖാന്തരം ഉടലെടുത്ത ആത്മീയ ബലിപീഠങ്ങൾ സ്വർഗീയ കോടതിയിൽ നമുക്കെതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് തലമുറകൾ കഴിഞ്ഞാലും ഈ ബലിപീഠങ്ങളുടെ ശബ്ദം നിലയ്ക്കത്തില്ല. അതുകൊണ്ട് നാം പൂർണ്ണമായ ഒരു മാനസാന്തരത്തിലേക്ക് വന്ന്, ഒരു റിപ്പൻറ്റൻസിലേക്ക് വന്ന്, ഈ ബലിപീഠങ്ങളിൽ നിന്ന് നമുക്കെതിരെ സ്വർഗീയ കോടതിയിൽ സംസാരിക്കപ്പെടുന്ന ശബ്ദങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ പ്രാർത്ഥിച്ച് നിശബ്ദമാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആമേൻ. ഇനി മൂന്നാമതായിട്ട്, നിങ്ങളുടെ പരാജയത്തിനായി ശത്രു സൂക്ഷിച്ചിരിക്കുന്ന ചില ലീഗൽ ഡോക്യുമെൻറ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ അല്ലെങ്കിൽ കടച്ചീട്ടുകൾ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് വചനം പറയുന്നു: ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്നതും നമുക്ക് എതിരായിരുന്നതുമായ കയ്യെഴുത്ത് ചീട്ടുകൾ അല്ലെങ്കിൽ കയ്യെഴുത്ത് രേഖകൾ, ലിഖിത നിയമങ്ങൾ യേശു കർത്താവ് കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഈ വചനത്തിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ശത്രുവിന് നമുക്കെതിരെയുള്ള പല രേഖകളും നമുക്ക് അസാധുവാക്കാൻ സാധിക്കും. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികൾ ചിന്തിച്ചിരിക്കുന്നത് പലതും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുമെന്നാണ്. അങ്ങനെയല്ല. ഒരു ആത്മീയ അർത്ഥം, യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ ജയത്തിൻ്റെ പല ആത്മീയ ബെനിഫിറ്റുകൾ, അത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഭൗതിക തലത്തിൽ വെളിപ്പെട്ട് വരുന്നത്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിശാചിൻ്റെ കുറ്റാരോപണങ്ങളെക്കാൾ വലിയൊരു ശബ്ദമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് യേശുക്രിസ്തുവിൻ്റെ സംസാരിക്കുന്ന രക്തമാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നു: ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായത് സംസാരിക്കുന്ന തളിക്കപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ രക്തം.
അപ്പം ആബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് പ്രതികാരത്തിനു വേണ്ടി നിലവിളിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം ഇപ്പോൾ സ്വർഗീയ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും പാപക്ഷമ ലഭിക്കുവാൻ വേണ്ടി, വിടുതൽ ലഭിക്കുവാൻ വേണ്ടി, രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി, ദൈവത്തിൽ നിന്നൊരു നീതീകരണം ലഭിക്കുവാൻ വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ കോടതിയിൽ സാക്ഷികളുടെ ശബ്ദത്തേക്കാൾ പ്രാധാന്യം യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്തിൻ്റെ ശബ്ദത്തിനാണ്. അപ്പോൾ ഈ രക്തത്തിൻ്റെ നിയമപരമായ അധികാരം നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ പിശാചിൻ്റെ സകല ഫയലുകളും അവൻ്റെ ലീഗൽ ഡോക്യുമെൻറ്റുകളും സ്വർഗത്തിലെ സുപ്രീം കോടതി തള്ളിക്കളയും. ആമേൻ. ഇനി നമ്മൾ മറ്റൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, സ്വർഗീയ കോടതിയിൽ നമ്മുടെ കേസ് കേൾക്കുന്ന ജഡ്ജി എന്ന് പറയുന്നത് സ്വർഗീയ പിതാവാണ്. നമ്മുടെ വക്കീൽ, നമ്മുടെ അഡ്വക്കേറ്റ്, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവാണ്. 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും പാപം ചെയ്തു എങ്കിൽ പിതാവിൻ്റെ അടുക്കൽ നമുക്കൊരു കാര്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു തന്നെ. അപ്പോൾ ഒരു കോടതിയിൽ ന്യായാധിപനും വക്കീലും ഒരേ പക്ഷത്താകുമ്പോൾ ആ കേസിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ മാനസാന്തരപ്പെട്ട് ഈ സ്വർഗീയ കോടതിയെ സമീപിക്കുമ്പോൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ വാദം കേട്ട് നമ്മൾക്ക് അനുകൂലമായി വിധികളെ കൽപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇനി മറ്റൊരു വിഷയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ലേവ്യരുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഫെമിലിയർ സ്പിരിറ്റുകളെക്കുറിച്ച് വചനം പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. നമ്മുടെ പല കുടുംബങ്ങളിലും തലമുറകളായി ജീവിക്കുന്ന ചില അശുദ്ധ ആത്മാക്കളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അപ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് സ്വർഗീയ കോടതിയിൽ നമുക്കെതിരെ നിരന്തരമായി ഇവ സാക്ഷ്യം പറയുന്നു ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എന്നാൽ യേശയ്യ 54:17 ഇപ്രകാരം പറയുന്നു, നമ്മൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നമ്മൾ തന്നെ വിധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾക്ക് ഈ നാവുകളെ നിശബ്ദമാക്കാനുള്ള അധികാരം ക്രൂശിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി സെക്കറിയ പ്രവചന പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതനായ ജോഷുവ മലിന വസ്ത്രം ധരിച്ച് ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സാത്താൻ അവനെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൈവം കൽപ്പിക്കുന്നത് അവൻ്റെ മലിന വസ്ത്രം മാറ്റി ശുദ്ധിയുള്ള വസ്ത്രം ധരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ സ്വയം നീതിയാലുള്ള ഒരു പ്രതിരോധമല്ല, മറിച്ച് കാൽവരി ക്രൂശിലൂടെ യേശു കർത്താവ് നേടിത്തന്ന ദൈവത്തിൻ്റെ വിശുദ്ധീകരണം, കോൺസെക്രേഷൻ, ദൈവത്തിൻ്റെ നീതി വസ്ത്രം ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ആ പുതിയ വസ്ത്രം നിങ്ങളെ ധരിപ്പിക്കുവാൻ പോകുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ തന്നെ ചില സ്വർഗീയ ട്രാൻസാക്ഷനുകൾ സംഭവിക്കട്ടെ. സ്വർഗീയ കോടതിയിൽ പല അപ്രൂവലുകളും നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ കോടതി നൽകുന്ന വിധി അതാർക്കും മാറ്റാൻ കഴിയത്തില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാകുന്നു. അപ്പോൾ സ്വർഗീയ കോടതിയിൽ ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മൾ കഴിഞ്ഞാൽ ഭൂമിയിലോ പാതാളത്തിലോ ഉള്ള ഒരു ശക്തിക്കും ആ വിധിയെ മാറ്റാൻ കഴിയത്തില്ല. നമ്മുടെ രോഗങ്ങളും ദാരിദ്ര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറുവാൻ ഈ മൊമെൻറ്റിൽ സ്വർഗത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ ചില വിധികൾ ഭൂമിയിലേക്ക് റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വളരെ ആത്മീയ അധികാരത്തോടെ ഒരു കോൺഫിഡൻസോടുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിടുതലുമായി ബന്ധപ്പെട്ട് ഒരു വിടുതൽ ശുശ്രൂഷയുടെ ആവശ്യമുണ്ടെങ്കിൽ നസ്രത്ത് മിനിസ്ട്രീസിൻ്റെ ഫിസിക്കൽ മീറ്റിങ്ങുകൾ, ഈ വർഷത്തെ മീറ്റിങ്ങുകൾ നമ്മൾ റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ് വിളിക്കുന്നത്. അത് അറ്റൻഡ് ചെയ്യാൻ മറന്നുപോലെ ഒരു വാക്ക് വേഗം അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. 2 ഫുൾ ഡേയിലെ ഡെലിവറൻസ് സെഷൻസാണ്. 6 സെഷനുകളായി 2 ഫുൾ ഡേ നമ്മൾ മീറ്റിങ്ങുകൾ ചെയ്യുന്നു. നമുക്ക് കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം ആൻഡ് ചാലക്കുടിയിലാണ് ആ മീറ്റിങ്ങുകൾ ഈ വർഷം നടത്തുന്നത്. മറ്റു മീറ്റിങ്ങുകൾ നമുക്ക് ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് ഹൈദരാബാദ്. ഇങ്ങനെയാണ് ഈ വർഷത്തെ ഫിസിക്കൽ മീറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, അതോടൊപ്പം തന്നെ മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ നിന്നുള്ള മോചനങ്ങൾ, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, അതിനുശേഷം പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, പിന്നീട് ഓയിൽ അഭിഷേക പ്രാർത്ഥനകളുണ്ട്. നമുക്ക് സർപ്പൻറ്റൈൻ സ്പിരിറ്റുകളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചേർത്താണ് ഈ 2 ദിവസത്തെ ഡെലിവറൻസ് മീറ്റുകൾ വെച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന
ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എൻക്വയറികൾക്ക് വേണ്ടി മിനിസ്ട്രിയുടെ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാം, admin@nmgglobal.org. മാത്രമല്ല 2 വാട്സാപ്പ് നമ്പറുകളുണ്ട്, +6142378345 +917767032819. ഇനി ഇത് കൂടാതെ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിലും രജിസ്ട്രേഷൻ ലിങ്കുകളൊക്കെ അവൈലബിൾ ആണ്, www.nmgglobal.org. ഈ വർഷത്തെ മീറ്റിംഗിൽ നിങ്ങൾക്ക് അനുഗ്രഹമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമ്മളെ വിശ്വസ്തമായിട്ട് നടത്തിയല്ലോ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രാർത്ഥന, ഈ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നമുക്കൊരുമിച്ച് കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിൻ്റെ സുപ്രീം കോടതിയിലെ ന്യായവിസ്താരത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ അടുത്തു വരുന്നു. എൻ്റെ ജീവിതത്തിലോ എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറകളിലോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ സകല വിഗ്രഹാരാധന, മറ്റു പാപങ്ങൾ, ശാപങ്ങൾ, പൈശാചിക ഉടമ്പടികൾ, ഇത് മുഖാന്തരം വന്ന എല്ലാ ദൈവകൽപ്പനകൾക്ക് വിപരീതമായ സാഹചര്യങ്ങളെയും ഓർത്ത് ഞാനിപ്പോൾ യേശുവിൻ നാമത്തിൽ മാനസാന്തരപ്പെടുന്നു. യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെയും എൻ്റെ തലമുറകളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ എല്ലാ നിയമപരമായ അവകാശങ്ങളും അവൻ്റെ എഗ്രിമെൻറ്റുകളും നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൊളോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തെ ആത്മാവിൽ വിവേചിച്ച് ആത്മാവിൽ മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വിപരീതമായി നിൽക്കുന്ന എല്ലാ ചീട്ടുകളെയും, എനിക്ക് വിപരീതമായി നിൽക്കുന്ന എല്ലാ എഴുത്തുകളെയും കാൽവരി കുരിശിൽ യേശു കർത്താവ് ക്രൂശിൽ തറച്ച് നിർവീര്യമാക്കി എന്ന ആത്മീയ സത്യത്തെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആത്മീയ മണ്ഡലത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ആ വെളിപ്പാടിന് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാനിപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും ക്യാൻസറിൻ്റെ രോഗമുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അത് വിട്ടുമാകട്ടെ. അസ്ഥി രോഗങ്ങൾ വിട്ടുമാകട്ടെ. തളർച്ചയുടെ, ക്ഷീണത്തിൻ്റെ എല്ലാ മേഖലകളും വിട്ടുമാകട്ടെ. ഇവരുടെ ലൈഫിനകത്ത് ഒരു ബ്രേക്ക് ത്രൂ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കോടതിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എല്ലാ അനുകൂലമായ വിധികളും ഈ സമയത്ത് ഈ ഭൂമിയുടെ ഫിസിക്കൽ തലത്തിൽ യേശുവിൻ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ വിടുതലും സ്വാതന്ത്ര്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മക്കളുടെ മേൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉറപ്പായിട്ടും ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വൽ തലത്തിൽ പല ആത്മീയ ഷിഫ്റ്റുകളും സംഭവിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആത്മീയ കോടതിയിൽ നിന്ന്, സ്വർഗീയ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ എല്ലാ ഡോക്യുമെൻറ്റുകളും ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അതിനനുകൂലമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനും സൗഖ്യങ്ങളും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച് ഇടയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിക്കോ ഷെയർ ചെയ്യാൻ മറന്നുപോലെ, ഫിസിക്കൽ മീറ്റിങ്ങുകൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോലെ ഈ വർഷം നിങ്ങളെല്ലാം കണ്ടു പ്രാർത്ഥിക്കുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു മൈറ്റ്ലി. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.